ഹലോ ഓൾ, വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സൈബർ തട്ടിപ്പ് തടയാൻ കേരള പോലീസിന്റെ പുതിയ ഇനീഷ്യേറ്റീവ്സിനെ കുറിച്ചാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. രാജ്യം ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രോബ്ലമാണ് ഇപ്പോൾ സൈബർ തട്ടിപ്പ് എന്ന് പറയുന്നത്. കാരണം ലക്ഷക്കണക്കിന് രൂപയാണ് ജനങ്ങളിൽ നിന്നും സൈബർ തട്ടിപ്പ് മൂലം നഷ്ടമായിട്ടുള്ളത്. അതുകൊണ്ടാണ് കേരള പോലീസ് 3 പുതിയ ഇനീഷ്യേറ്റീവ്സുമായി മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് വാട്സ്ആപ്പ് ചാറ്റ് ബോട്ട് ആണ്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, എല്ലാ സൈബർ ഫ്രോഡും നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് വരുന്ന ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഇമെയിൽസിലൊക്കെയുള്ള ഒരു ലിങ്ക് വഴിയാണ്. ആ ലിങ്ക് എത്രത്തോളം സേഫ് ആണ് അല്ലെങ്കിൽ എത്രത്തോളം ഡേഞ്ചറസ് ആണെന്ന് നമുക്ക് അറിയില്ല. എന്നാൽ ആ ഒരു കാര്യം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വാട്സ്ആപ്പ് ചാറ്റ് ബോട്ട് എന്ന് പറയുന്നത്. കാരണം ഈ വാട്സ്ആപ്പ് ചാറ്റ് ബോട്ടിലൂടെ നമുക്ക് വരുന്ന ലിങ്ക്സ് ഒക്കെ ഇതിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 3 ഇൻഡിക്കേഷൻസ് വരും. ഒന്ന് റെഡ്, അല്ലെങ്കിൽ ഗ്രീൻ, അല്ലെങ്കിൽ ഓറഞ്ച്. ഇതിൽ ഗ്രീൻ എന്ന് പറയുന്നത് സേഫ് ആയിട്ടുള്ള ഒരു ലിങ്കാണ്, നമുക്ക് അതിൽ പ്രൊസീഡ് ചെയ്യാം. നമുക്ക് ആ ലിങ്കിൽ കയറുന്നതിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എന്നാൽ ഓറഞ്ച് എന്ന് പറയുന്നത് അതൊരു വാർണിംഗ് ആണ്. അതായത് ഇനിയും സ്ക്രൂട്ടണി ചെയ്യാനുണ്ട്, ഫർദർ സ്ക്രൂട്ടണി ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സിൽ വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്തതിനു ശേഷം മാത്രം പ്രൊസീഡ് ചെയ്യുക എന്നുള്ള ഒരു അറിയിപ്പാണ് അത്. മൂന്നാമത്തെ എന്ന് പറയുന്നത് റെഡ് ആണ്, അതായത് ഡേഞ്ചറസ് ആണ്, അതിലേക്ക് കയറാൻ പാടില്ല, ആ ഒരു ലിങ്കിലേക്ക് കയറാൻ പാടില്ല എന്നാണ് ആ റെഡിന്റെ അർത്ഥം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് അക്കൗണ്ട് സ്കോറിംഗ് ആണ്. അക്കൗണ്ട് സ്കോറിംഗ് എന്ന് പറയുന്നത് ഒരു ഫ്രോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി റീസെന്റ് ആയിട്ടായിരിക്കും ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകുക. അതുകൊണ്ട് തന്നെ അതിന്റെ KYC സ്കോറിംഗ് ഭയങ്കര ലോ ആയിരിക്കും. അങ്ങനെ ഒരു KYC ലോ സ്കോറിലുള്ള ഒരു അക്കൗണ്ടിലേക്ക് നമ്മൾ യൂസേഴ്സ് പണം അയക്കുമ്പോൾ നമുക്ക് കിട്ടും ഒരു വാർണിംഗ് അല്ലെങ്കിൽ അലേർട്ട് മെസ്സേജ് കിട്ടുന്നതിനാണ് അക്കൗണ്ട് സ്കോറിംഗ് എന്ന് പറയുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, മൂന്നാമത്തെ ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് ഡിവൈസ് വൈറ്റ് ലിസ്റ്റിംഗ് ആണ്. ഡിവൈസ് വൈറ്റ് ലിസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ ഫിനാൻഷ്യൽ ഡാറ്റാസ് ഒരു വ്യക്തി ചോർത്തുകയും അതിനുശേഷം ആ വ്യക്തി ആ അക്കൗണ്ടിലേക്ക് കയറാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥ ഓണർ ആരാണോ ആ ഒരു വ്യക്തിക്ക് ഒരു അലേർട്ട് മെസ്സേജ് പോകും. അതായത് അൺയൂഷ്വൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്, അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈസിൽ നിന്ന് കയറുന്നുണ്ടെന്നാണ്. എന്നാൽ ഇത് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈസിൽ നിന്നും ചെയ്യുമ്പോൾ മാത്രമേ ഈ ഒരു മെസ്സേജ് അലേർട്ട് പോവുകയുള്ളൂ എന്നാണ് ഈ ഡിവൈസ് വൈറ്റ് ലിസ്റ്റിംഗിന്റെ പ്രത്യേകത. അവസാനം പറഞ്ഞ 2 ഇനീഷ്യേറ്റീവ്സ്, അക്കൗണ്ട് സ്കോറിംഗ്, ഡിവൈസ് വൈറ്റ് ലിസ്റ്റിംഗ്, ഇത് രണ്ടും ഇസ്രായേലി യൂസ് ചെയ്തിട്ട് വിജയകരമായി പൂർത്തിയാക്കിയിട്ടുള്ള 2 മോഡൽസ് ആണ്. അവർ അവകാശപ്പെടുന്നത് ഈ 2 മോഡൽസ് അല്ലെങ്കിൽ ഈ ഇനീഷ്യേറ്റീവ്സ് യൂസ് ചെയ്തിട്ട് അവരുടെ സൈബർ ഫ്രോഡ് 10% കുറഞ്ഞു എന്നാണ് ഇസ്രായേലി അവകാശപ്പെടുന്നത്. അതുപോലെ ഈ 2 ഇനീഷ്യേറ്റീവും തുടങ്ങണമെന്നുണ്ടെങ്കിൽ RBIയുടെ പെർമിഷൻ വേണമായിരുന്നു. അത് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരള പോലീസ് പറഞ്ഞിട്ടുള്ളത് ഈ വർഷം തന്നെ ഈ ഇനീഷ്യേറ്റീവ്സ് ലോഞ്ച് ചെയ്യുമെന്നാണ്. നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ രാജ്യത്തുള്ള ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ് സൈബർ ഫ്രോഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇനീഷ്യേറ്റീവ്സ് ഇവിടെ ലോഞ്ച് ചെയ്യപ്പെട്ടേ പറ്റുകയുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമന്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇൻഫോർമേറ്റീവ് ആയി തോന്നിക്കാൻ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ അനദർ വീഡിയോ. ഓക്കെ, താങ്ക് യു.